ഹലോ ഫ്രണ്ട്സ്, Sonal Sajith യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വീട്ടിലെ ബൾബും ഫാനൊക്കെ എങ്ങനെ ഒരു റിമോട്ട് കൺട്രോളായിട്ട് ഓണും ഓഫും ചെയ്യാമെന്നാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യും നോക്കാം. അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് ആദ്യം തന്നെ വേണ്ടതെന്ന് വെച്ചാൽ 12 വോൾട്ടിൻ്റെ റിലേ ആണ്. ഈ ഒരു റിലേന് 15 രൂപ വില വന്നത്. പിന്നെ വേണ്ടത് CD4017 എന്ന് പറഞ്ഞ IC ആണ്. ഇതിനും ഏകദേശം 15 രൂപ തന്നെ വില വന്നത്. അപ്പോൾ ഇതൊരു 16 ലെഗ് വരുന്ന ഒരു IC ആണ്. പിന്നെ വേണ്ടത് 2222A ട്രാൻസിസ്റ്റർ ആണ്. ഇതിന് 5 രൂപ വില വന്നത്. പിന്നെ വേണ്ടത് ഒരു IR റിസീവർ ആണ്. ഇതിന് 10 രൂപ വില വന്നത്. അതേപോലെ തന്നെ ഒരു IR LED ആണ്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ 10K ohmസിൻ്റെ ഒരു റെസിസ്റ്റർ ആണ്. അതേപോലെ തന്നെ 1K ohmസിൻ്റെ റെസിസ്റ്ററും പിന്നെ 1N4007 ഡയോഡും പിന്നെ വേണ്ടത് 12 വോൾട്ട് DC അഡാപ്റ്ററിൻ്റെ ഒരു സോക്കറ്റ്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്കിത് ചെയ്യാനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് ബാക്കി പ്രൊസീജിയറിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു കോമ്പോണൻസിൻ്റെ കേസിങ്ങിനായിട്ട് ഞാനിവിടെ ഒരു കാർഡ്ബോർഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കാർഡ്ബോർഡ് ആദ്യം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എല്ലാം നിങ്ങളിഷ്ടം അനുസരിച്ച് എടുക്കാം. എന്നാലും ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് വെച്ചാൽ 3x2 ആണ്. അതായത് ലെങ്ത്ത് 3 ഇഞ്ചും ബ്രെഡ്ത്ത് 2 ഇഞ്ചും. അപ്പോൾ അതേപോലത്തെ രണ്ടെണ്ണം 3x1 ആണ്. അതായത് ലെങ്ത്ത് 3 ഇഞ്ചും ബ്രെഡ്ത്ത് 1 ഇഞ്ചും ആണ്. അതേപോലത്തെ രണ്ടെണ്ണം. പിന്നെ 2x1 ലെങ്ത്ത് 2ഉം ബ്രെഡ്ത്ത് 1ഉം. അപ്പോൾ ഇതിൻ്റെ കേസിങ്ങിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് ബോക്സ് യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ IC ആണ്. അപ്പോൾ ഈ ഒരു ICൻ്റെ പിൻ നമ്പർ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണക്ഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പിൻ നമ്പറിൻ്റെ ഈ ഒരു മാർക്കിംഗ് ആണ് ഇതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ. അതായത് ഇതിൻ്റെ നമ്പറിങ്ങിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ ഒരു മാർക്കിങ്ങിൻ്റെ ഈ ഒരു സൈഡ് എന്ന് വെച്ചാൽ 1, നമ്പറിംഗ് എന്ന് വെച്ചാൽ 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ ഒരു സൈഡിൽ 8 ഉണ്ടാവും. പിന്നെ 9 സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. 9, 10, 11, 12, 13, 14, 15, 16 ഒരു 16ഉം. അപ്പം ഈ ഒരു സൈഡ് 1ഉം ഈ ഒരു സൈഡ് 16ഉം ആണ്. അപ്പോൾ ഈ ഒരു മാർക്കിംഗ് നിങ്ങൾ നോക്കണം. ഓക്കെ, നമുക്ക് ഈ ഒരു IC ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. അതായത് ആ മാർക്കിംഗ് മേലെ വരുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിക്കാനായിട്ട് ഫ്ലെക്സ് ക്വിക്കോ അല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു IC ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു 8th പിന്നും അതേപോലെ 13th പിന്നും തമ്മിലൊന്ന് ഷോർട്ട് ചെയ്യണം. അതായത് രണ്ടും തമ്മിലൊന്ന് കണക്ട് ചെയ്യണം. അതിനായി ഞാനൊരു ചെറിയ വയർ എടുത്തിട്ടുണ്ട്. നമുക്കിത് രണ്ടും തമ്മിലൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ 4th പിന്നും അതേപോലെ 15th പിന്നുമാണ്. അതായത് 4th പിന്നും പിന്നെ ഈ ഒരു 15th പിന്നും. ഓക്കെ, അപ്പോൾ ഒരു കണക്ഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റിലേ നോക്കാം. അപ്പോൾ റിലേയിൽ 5 പിന്നാണ് ഉണ്ടാവുക. അതിൽ ഈ നടുക്കത്തെ പിന്നെന്ന് വെച്ചാൽ ഈ ഒരു പിന്ന് കോമൺ ആണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ 1, അതായത് 1 കോയിൽ 1 എന്ന് പറയും. പിന്നെ ഇത് കോയിൽ 2, പിന്നെ ഇത് NO അതായത് നോർമലി ഓപ്പൺ. ഇത് പിന്നെ NC അതായത് നോർമലി ക്ലോസ്ഡ്. ഇനി നമുക്ക് ഈ ഒരു റിലേ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് റിലേയും കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു റിലേ ഇപ്പോൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റിലേയിലേക്ക് ഒരു ഡയോഡ് കണക്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഡയോഡിൻ്റെ ഈ ഒരു ഗ്രേ ബാൻഡ് വരുന്ന ഭാഗം നമുക്ക് ഈ ഒരു രണ്ടാമത്തെ കോയിലിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒന്നാമത്തെ പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫസ്റ്റ് കോയിലിലേക്കും. ഓക്കെ, അപ്പം ഡയോഡ് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇനി അടുത്തതായി നമുക്ക് ഈ ഒരു ട്രാൻസിസ്റ്റർ നോക്കാം. അപ്പോൾ ഈ ഒരു ട്രാൻസിസ്റ്റർ ഈ ഒരു രീതിയിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഷേപ്പ് ബാക്ക് സൈഡിലായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് വെച്ചാൽ എമിറ്റർ, അതായത് ഫസ്റ്റ് പിന്നെന്ന് വെച്ചാൽ എമിറ്റർ, പിന്നെ രണ്ടാമത്തത് ബേസ്, പിന്നെ കളക്ടർ. ഇനി നമുക്ക് ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ, അതായത് 3rd പിന്ന്, അത് നമുക്ക് ഈ ഒരു കോയിലിൽ റിലേയിലെ കോയിലിൽ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു 1K റെസിസ്റ്ററിന് നമുക്ക് ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു ലെഗ് ഇവിടെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് കണക്ട് ചെയ്തു. ഇനി നമുക്ക് കണക്ട് ചെയ്യേണ്ടത് മറ്റേ ലെഗ് നമ്മൾ ഈ ഒരു ICൻ്റെ 2nd പിന്നിലേക്കാണ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റർ നമ്മൾ ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലും കണക്ട് ചെയ്തു. പിന്നെ ICൻ്റെ 2nd പിന്നിലേക്കുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ ചെറിയൊരു വയർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു വയർ നമുക്ക് ഈ ഒരു 8th പിന്നിലെ ICൻ്റെ 8th പിന്നിലേക്കായിട്ട് കണക്ട് ചെയ്യണം. ഞാനിപ്പോൾ ഒരു IR റിസീവർ ഈ ഒരു ബോർഡിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോർഡ് ഈ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഈ ഒരു 10K റെസിസ്റ്റർ നമ്മൾ IR റിസീവറിൻ്റെ പോസിറ്റീവിലേക്കായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ലെങ്ത്ത് കൂടിയ പിന്നാണ് IR റിസീവറിൻ്റെ പോസിറ്റീവ്, അതേപോലെ ലെങ്ത്ത് കുറഞ്ഞത് നെഗറ്റീവ്. അപ്പോൾ ലെങ്ത്ത് കൂടിയതിലേക്കായിട്ട് കണക്ട് ചെയ്യുക, അതായത് പോസിറ്റീവിലേക്കായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കണക്ട് ചെയ്യേണ്ടത് റെസിസ്റ്ററിൻ്റെ ഈ ഒരു പിന്ന് നമുക്ക് 8th പിന്നിലേക്കായിട്ട് കണക്ട് ചെയ്യണം.
ICൻ്റെ 8th പിന്നിലേക്കായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വയർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വയർ നമ്മൾ ഈ റെസിസ്റ്ററിൻ്റെ ഈ ഒരു സൈഡിലേക്കായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ റെസിസ്റ്ററിൻ്റെ ഒരു ലെഗിൽ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു വയർ കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ICൻ്റെ 14th പിന്ന്, അതായത് ഈ ഒരു നടുക്കിലെ പിന്നിലാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വയർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വയർ നമ്മൾ IR റിസീവറിൻ്റെ നെഗറ്റീവിലേക്കായിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ICൻ്റെ 16th പിന്നിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. IR റിസീവറിൻ്റെ നെഗറ്റീവിലും കണക്ട് ചെയ്തു, അതേപോലെ ICൻ്റെ 16th പിന്നിലും കണക്ട് ചെയ്തു. ഇനി കണക്ട് ചെയ്യേണ്ട വയർ എന്ന് വെച്ചാൽ 12 വോൾട്ട് ഇൻപുട്ടിന് വേണ്ടിയിട്ടാണ്. അതിനായിട്ട് ഈ ഒരു 16th പിന്നിലേക്ക് ഒരു വയർ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കണക്ട് ചെയ്യേണ്ടത് വെച്ചാൽ 12 വോൾട്ടിൻ്റെ നെഗറ്റീവാണ്, ഇൻപുട്ടിൻ്റെ നെഗറ്റീവ്. അത് നമുക്ക് 8th പിന്നിലാണ് കണക്ട് ചെയ്യേണ്ടത്, ICൻ്റെ 8th പിന്ന്. അപ്പോൾ നമുക്ക് തൽക്കാലം അവിടെ കുറേ കണക്ഷൻ ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ ഒരു റെസിസ്റ്ററിൻ്റെ ഈ ഒരു പോയിന്റിൽ, അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച DC സോക്കറ്റ് ഇപ്പോൾ ഞാൻ ആ ഒരു കാർബോണിൻ്റെ ഒരു സൈഡിൽ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ഈ ഒരു DC സോക്കറ്റിൻ്റെ വലിയ ലെഗ്, ഈ ഒരു വലിയ ലെഗ് എന്ന് വെച്ചാൽ ഇതിൻ്റെ പോസിറ്റീവാണ്. ഈ ഒരു വലിയ ലെഗ് ഇതിൻ്റെ പോസിറ്റീവ്. പിന്നെ ഈ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് കണക്ട് ചെയ്യാം, റെഡ്. ഇനി നമുക്ക് അതേപോലെ തന്നെ നെഗറ്റീവും കൂടി ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് കണക്ട് ചെയ്യേണ്ട വയർ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഔട്ട്പുട്ടാണ്. അതിനായിട്ട് ഞാൻ 2 വയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വയർ നമുക്ക് ഈ ഒരു റിലേൻ്റെ കോമണിലായിട്ട് കണക്ട് ചെയ്യണം, അതായത് ഈ മിഡിൽ പിന്നിൽ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഒരു പിന്ന് കണക്ട് ചെയ്തു. ഇനി നമുക്ക് അടുത്ത പിന്ന് നമ്മൾ ഈ ഒരു റിലേൻ്റെ NOയിലേക്ക് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള കാർഡ്ബോർഡെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ട് ഒരു ബോക്സ് ആക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ റിസീവർ പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ട്രാൻസ്മിറ്റർ പാർട്ട് ആക്കണം, അതായത് നമ്മൾ റിമോട്ട്. അപ്പോൾ നമുക്ക് ഈ റിമോട്ടിനായിട്ട് ഇതേപോലത്തെ റിമോട്ട്, നമ്മൾ TVൻ്റെ നോർമൽ റിമോട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല, TVൻ്റെ സെറ്റപ്പ് ബോക്സിൻ്റെ ഒന്നും റിമോട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടാവും, ഞാൻ ഇപ്പോൾ ഓരോട്ടം പ്രസ് ചെയ്യുമ്പോൾ വെച്ചാൽ കുറേ ടൈംസ് ഇത് ബ്ലിങ്ക് ചെയ്യുന്നു, കുറേ ടൈംസ് ഇത് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിസീവർ പാർട്ട് വർക്ക് ചെയ്യില്ല ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ പഴയ വർക്ക് ചെയ്യാതെ ഒരു റിമോട്ട് എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത്, അതായത് AA ബാറ്ററി കണക്ട് ചെയ്യുന്ന ഭാഗത്തായിട്ട് 2 വയർ, അതായത് പോസിറ്റീവും നെഗറ്റീവും വയർ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു പുഷ് ബട്ടൺ സ്വിച്ച്, അതായത് ഇതേപോലത്തെ ഒരു സ്വിച്ച് വഴി ഇവിടെ കാണിക്കുന്ന IR LED നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു റീചാർജബിൾ ബാറ്ററിയിൽ ഒരു IR LEDയും പുഷ് ബട്ടണും യൂസ് ചെയ്തിട്ട് അങ്ങനെയും ആക്കാം ഒരു റിമോട്ട്. അല്ലെങ്കിൽ AA ബാറ്ററി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ബാറ്ററി ഹോൾഡർ അല്ലെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതേപോലത്തെ ബാറ്ററി ഹോൾഡറിലാണ്. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഹോൾഡ് ചെയ്യാൻ സുഖം ഉണ്ടാവും. അപ്പോൾ ഞാനിതിൽ ചെയ്ത് കാണിച്ചു തരാം. അതേ മെത്തേഡ് തന്നെ റിമോട്ടിലും അല്ലെങ്കിൽ മറ്റേ ബാറ്ററിയിലും ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഈ ഒരു ബാറ്ററി ഹോൾഡറിൽ ഈ ഒരു IR LED ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഒട്ടിച്ചത്. എന്നിട്ട് ഇതിൻ്റെ പോസിറ്റീവ് ലെഗ് നമ്മളിവിടെ കണക്ട് ചെയ്തു, അതായത് ബാറ്ററീൻ്റെ പോസിറ്റീവ് ലെഗായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ IR LEDൻ്റെ പോസിറ്റീവ് എന്ന് വെച്ചാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇതിൽ ഈ ഒരു LEDൻ്റെ ഉള്ളിലായിട്ട് ചെറിയൊരു പിന്ന്, ഇവിടെ ചെറിയൊരു പിന്ന് കാണാൻ സാധിക്കും സൈഡിലായിട്ട്. അതാണ് ഇതിൻ്റെ പോസിറ്റീവ്. വലിയ പിന്ന് കാണുന്നത് നെഗറ്റീവ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ട ഇതേപോലത്തെ ഒരു പുഷ് ബട്ടൺ. ഇതിൻ്റെ നമുക്ക് 2 ലെഗ് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പുഷ് ബട്ടൺ ഇവിടെയായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ലെഗ് ഈ ഒരു IR LEDൻ്റെ നെഗറ്റീവിലായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറ്റേ ലെഗ്, അതായത് സ്വിച്ചിൻ്റെ മറ്റേ ലെഗ് നമ്മൾ ഇതിൻ്റെ ബാറ്ററീൻ്റെ നെഗറ്റീവിലായിട്ടും കണക്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് ബാറ്ററി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് IR LEDയിലെ ലൈറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം. ശരിക്കും സർക്യൂട്ട് ഡയഗ്രം ഈ ഒരു രീതിയിലല്ല ഉണ്ടാവുക. ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡിസൈനിലാക്കിയതാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു റിസീവറിലേക്ക് ബൾബ് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ബൾബ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഹോൾഡർ, പിന്നെ ആ ഹോൾഡറിന് 2 വയർ ഒരു പിന്നിലേക്കായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 വയറിൽ ഈ ഒരു വയർ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 വയർ നമുക്ക് ഈ റിസീവറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏത് വയർ വേണമെങ്കിലും കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കാരണം 230 നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മളെ സ്വിച്ച് വെച്ച് ഓണും ഓഫും ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഓണായി, ഇതിപ്പോൾ ഓഫാക്കി, ഓൺ ഓഫ്, ഓൺ ഓഫ്. അപ്പോൾ കറക്റ്റ് രീതിയിൽ തന്നെ സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിനി TVൻ്റെ റിമോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇപ്പോൾ TVൻ്റെ റിമോട്ട് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു സംഭവം ഓൺ ആവുന്നില്ല. കാരണം എന്ന് വെച്ചാൽ റിലേ കുറേ സമയം അതായത് കുറേ ടൈംസ് അത് ബീറ്റ് ചെയ്യുന്നുണ്ട്, അതായത് സൗണ്ട് വരുന്നുണ്ട്, ഓൺ ഓഫ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൻ്റെ ഡ്രോബാക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ വളരെ കുറവായിരിക്കും. അധിക ലെങ്ത്ത് വെച്ചിട്ട് അധിക ഡിസ്റ്റൻസിൽ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു
ഡിസ്റ്റൻസ് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കിത് ഓൺ ഓഫും ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതാണ് ഈ ഒരു സർക്യൂട്ടിൻ്റെ ഡ്രോബാക്ക്. അപ്പോൾ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കൂടുതൽ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. അപ്പോൾ നമുക്കൊന്ന് ഇനി അടുത്ത വീഡിയോ കാണാം.